ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മാസ്റ്റർ ദി NCERT. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലെ മൈക്രോസ്കോപ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്, സെക്കൻഡ് വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെലസ്കോപ്പാണ്. ടെലസ്കോപ്പ് ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പും ടെറസ്ട്രൽ ടെലസ്കോപ്പും. യൂഷ്വലി ടെലസ്കോപ്പിൽ സാധാരണയായി രണ്ട് ലെൻസാണ് ഉണ്ടാവുക. അതിൽ ഒബ്ജക്റ്റീവ് ലെൻസ്, ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് നിന്ന് വരുന്ന ലൈറ്റ് റേ ആദ്യം റിഫ്രാക്ട് ചെയ്യുക ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ്. ദെൻ നമ്മൾ ഐ വെച്ച് നോക്കുന്ന ആ ഐനോട് ചേർന്ന് കിടക്കുന്ന ലെൻസ് ഐ പീസ്. ഒബ്ജക്റ്റീവ് ലെൻസ് വലിയ അപ്പർച്ചറും ഐ പീസ് ചെറിയ അപ്പർച്ചറുമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. ദെൻ ടെലസ്കോപ്പിൻ്റെ മാഗ്നിഫൈങ് പവർ, അവിടെയാണ് പ്രോബ്ലംസ് വരിക. ടെലസ്കോപ്പിൻ്റെ മാഗ്നിഫൈങ് പവർ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഇമേജസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ്. പക്ഷേ NCERTയിൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. നോക്കാം നമുക്ക്. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റൈസ്, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റൈസ്, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റൈസ് ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഫിനിറ്റി ലൈറ്റ് റൈസ് എപ്പോഴും കൺവേർജ്ഡ് ആവുക, അല്ലെങ്കിൽ എപ്പോഴും മീറ്റ് ചെയ്യുക ഫോക്കസിലാണ്. അപ്പോൾ ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റൈസിൻ്റെ ഇമേജ് ഫോം ചെയ്യുക എക്സാക്ട്ലി ഫോക്കസിലായിരിക്കും. സോ ദിസ് ഇസ് ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ഒബ്ജക്റ്റീവ് ലെൻസ് അറ്റ് ദി ഫോക്കൽ പോയിന്റ് ഓഫ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ദിസ് ഇസ് ഫോക്കൽ പോയിന്റ് ഓഫ് ഒബ്ജക്റ്റീവ്. നമുക്ക് FO എന്ന് എഴുതാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഇമേജിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇത് അടുത്ത ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഐ പീസ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം, ഈ ലൈറ്റ് റേ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മുന്നോട്ടേക്ക് പോയി സെക്കൻഡ് ലെൻസ്, അതായത് ഐ പീസ് ലെൻസ് റിഫ്രാക്ട് ചെയ്തിട്ടാണ് ഫൈനൽ ഇമേജ് ഒബ്സർവർ കാണുന്നത്. ബട്ട് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒരു സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ് റേ പാസ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പാസ് ചെയ്യുന്ന ലൈറ്റ് റിഫ്രാക്റ്റഡ് ത്രൂ ഫോക്കസ്. സോ ദിസ് ഇസ് ഫോക്കസ് ഓഫ് ഐ പീസ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് ലെൻസിൻ്റെ ഫോക്കസിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇത് ഐ പീസ് ലെൻസാണ്, അപ്പോൾ അത് ഐ പീസിൻ്റെ ഫോക്കസാണ്. ഇനി ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുന്ന ലൈറ്റ് വിത്തൗട്ട് എനി ഡീവിയേഷൻ ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു ഒബ്സർവർ നോക്കുന്ന സമയത്ത് ഒബ്സർവറിൻ്റെ കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ് റേ, ഒബ്സർവറിൻ്റെ കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ് റേ ഇത് രണ്ടുമാണ്. ഇത് എവിടുന്നാണ് വരുന്നത്? ഈ ഇൻ്റർമീഡിയറ്റ് ഇമേജിൻ്റെ ഹെഡ് നിന്ന്. ഇൻ്റർമീഡിയറ്റ് ഇമേജ് ഉണ്ടായത് ഏതാ? ഇൻഫിനിറ്റിയുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ ഇൻഫിനിറ്റിയുള്ള ഒബ്ജക്റ്റിൻ്റെ ഹെഡ് എന്ന് വരുന്ന ലൈറ്റ് റേസ് ആണ് ശരിക്കും ഈ ഒബ്സർവറിൻ്റെ കണ്ണിലെത്തുന്നത്. അത് ആക്ച്വലി വരുന്നത് ഇൻഫിനിറ്റി നിന്നായിട്ട് തന്നെയാണ്. കാരണം പാരലൽ ലൈനാണത്, അത് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നതായിട്ട് തന്നെയാണ് ഒബ്സർവറിന് ഫീൽ ചെയ്യുക. സോ ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ വെൻ ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഐ പീസ് ലെൻസാണ് ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഐ പീസ് ലെൻസ് ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഐ പീസ് ലെൻസിൻ്റെ ഫ്രണ്ടിൽ വെച്ച ആ ഒബ്ജക്റ്റ് എക്സാക്റ്റ് ഐ പീസിൻ്റെ ഫോക്കസിലായിരിക്കണം. കാരണം ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാലാണ് ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുക. അപ്പോൾ ഈ പോയിന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ അറിയോ? ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കസ് മാത്രമല്ല, ഐ പീസിൻ്റെ ഫോക്കസും കൂടിയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഫോക്കൽ പോയിന്റ് ഒരു സ്ഥലത്താണ്, കോമൺ പോയിന്റിലാണ് വെൻ ഫൈനൽ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്നാ നോക്കൂ, ഈ ഡിസ്റ്റൻസ്, ഈ കോമൺ പോയിന്റ് ഈ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ പോയിന്റുമാണ്, ആസ് വെൽ ആസ് ഐ പീസിൻ്റെ ഫോക്കൽ പോയിന്റുമാണ്. റെഡി? അപ്പോൾ നമുക്കിവിടെ മാഗ്നിഫൈങ് പവറിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. മാഗ്നിഫൈങ് പവറിൻ്റെ ഇക്വേഷൻ ഇസ് നത്തിങ് ബട്ട് മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ. ദാറ്റ് ഇസ് വിഷ്വൽ ആംഗിൾ ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ വിഷ്വൽ ആംഗിൾ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ നോക്ക്, ഇത് ഒബ്ജക്റ്റിൻ്റെ ഹെഡിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ആണ്. ഇത് ഒബ്ജക്റ്റിൻ്റെ ഹെഡിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ആണ്. അത് ഒബ്ജക്റ്റീവ് ലെൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ദിസ് ഇസ് ആൽഫ. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ വിഷ്വൽ ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹെഡ് എന്ന് വരുന്ന ലൈറ്റാണത്. ഓക്കെ, ആക്ച്വലി ഇത് ഇൻഫിനിറ്റി എന്ന് വരാമെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റാണത്. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഒബ്ജക്റ്റീവ് ലെൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ. ദാറ്റ് ഇസ് വിഷ്വൽ ആംഗിൾ ഓഫ് ഒബ്ജക്റ്റ്. ആ ആംഗിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത് രണ്ടും സെയിം ആംഗിളാണ് വരിക. അപ്പോൾ നമുക്ക് ഈ ട്രയാംഗിളിൽ നിന്ന് ആ ആൽഫയുടെ വാല്യൂ ഉണ്ടാക്കാം. ഫ്രം ദിസ് ട്രയാംഗിൾ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആയ H ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് ആയ ഈ ഡിസ്റ്റൻസ് എന്താ വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു H ഡിവൈഡഡ് ബൈ FO. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ ഇമേജ് കാണുന്ന ആംഗിൾ. സോ ഇവിടുന്ന് ഒബ്സർവർ ഇമേജ് കാണുന്നത് ഇമേജിലേക്ക് പോകുന്ന ലൈറ്റ് റേസ് ആണത്. ഓക്കെ, നോക്കുക. അപ്പോൾ ഇമേജിൻ്റെ ഹെഡിലേക്ക് പോകുന്ന ഒരു ലൈറ്റ് റേ, ഇമേജിൻ്റെ ഹെഡിലേക്ക് പോകുന്ന ലൈറ്റ് റേ, അത് ലെൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇമേജിലേക്ക് പോകുന്ന ലൈറ്റ് റേ ഐ പീസ് ലെൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. നമ്മുടെ ഈ ഐ ക്ലോസ് ടു ലെൻസ് ആണ് ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ ഐയിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാലും ലെൻസിലുണ്ടാക്കുന്ന ആംഗിൾ പറഞ്ഞാലും രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ദിസ് ഇസ് വാട്ട് ബീറ്റ. അപ്പോൾ ബീറ്റ എന്താ വരിക? ഫ്രം ദിസ് ട്രയാങ്കിൾ നമുക്ക് ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രം ദിസ് ട്രയാങ്കിൾ ബീറ്റ ഓപ്പോസിറ്റ് എച്ച് അഡ്ജസൻ എന്താ വരിക? ഇറ്റ്സ് നത്തിങ് ബട്ട് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എച്ച്, ആ രണ്ട് ഹൈറ്റും സെയിം ആണ് കേട്ടോ. ഈ രണ്ട് ട്രയാങ്കിളുടെയും ഈ ഓപ്പോസിറ്റ് സൈഡ് സെയിം ആയതുകൊണ്ട് എച്ച് സെയിം ആണ്, അത് ക്യാൻസൽ ആയി പോകും. ഡിവൈഡഡ് ബൈ എഫ് ഇ. സോ മാഗ്നിഫൈങ് പവർ വെൻ ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ഈസ് ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ. ബീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എഫ് ഇ ഡിവൈഡഡ് ബൈ ആൽഫ ഈസ് എച്ച് ബൈ എഫ് ഒ. എച്ചും ക്യാൻസൽ ആവും. സോ മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു എഫ് ഒ ഡിവൈഡഡ് ബൈ എഫ് ഇ. എഫ് ഒ ബൈ എഫ് ഇ. മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു എഫ് ഒ ബൈ എഫ് ഇ. ദിസ് ഇസ് ദ ഇക്വേഷൻ. NCERT അങ്ങനെ തന്നെയാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇനി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും മൈക്രോസ്കോപ്പിൽ നിന്നുമുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇൻ ദിസ് കേസ് the length of the telescope is FO plus FE. Length of the telescope is FO plus FE. It is very, 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 very important. Length of the telescope is the length of the telescope tube length of telescope is FO plus FE. എന്താണ് FO plus FE വരിക? ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നും ഒരു ഫോക്കസിലേക്ക്, ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് FO. ആ ഫോക്കൽ പോയിന്റ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഐ പീസിൻ്റെ ഫോക്കസ് ഉണ്ടാവുക. അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് FE. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് എന്താ കിട്ടുക? FO plus FE ആഡ് ചെയ്ത് എന്താ കിട്ടുക? എക്സാക്ട്ലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ്. ശരിയല്ലേ? അപ്പോൾ ടെലസ്കോപ്പിൽ ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് എന്ന് പറയുന്നതും സെയിം ആണ്. ക്ലിയർ? മൈക്രോസ്കോപ്പിൽ അങ്ങനെ അല്ലായിരുന്നു. അതെന്താണെന്നുള്ളത് മൈക്രോസ്കോപ്പിൻ്റെ സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. മൈക്രോസ്കോപ്പിൽ രണ്ട് ഫോക്കൽ പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ട്യൂബ് ലെങ്ത് ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ടെലസ്കോപ്പിൽ അതല്ല. ടെലസ്കോപ്പിൽ ലെൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും രണ്ടാണെന്ന് മനസ്സിലാക്കാം. റെഡി? മൈക്രോസ്കോപ്പിൻ്റെ ഭാഗത്തിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ദെൻ അപ്പോൾ മാഗ്നിഫൈങ് പവർ കിട്ടി. അപ്പോൾ അവിടെ ട്യൂബ് ലെങ്ത് എന്താ വരിക? ട്യൂബ് ലെങ്ത് ഇസ് ഡിനോട്ടഡ് ബൈ L ഇസ് ഈക്വൽ ടു FO plus FE. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിന്റാണിത്. ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തുകളുടെ സമ്മും മാഗ്നിഫൈങ് പവർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തുകളുടെ റേഷ്യോയും. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആൻഡ് സെക്കൻഡ് സിറ്റുവേഷൻ, ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഞാൻ പറഞ്ഞു ഇത് NCERT ഇല്ല, ഡയഗ്രാം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളത് പഠിച്ചിരിക്കണം. അതുകൂടെ പഠിച്ച സംഭവം കംപ്ലീറ്റ് ആയി. അപ്പോൾ നോക്കുക നിങ്ങൾ, ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ലെൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, അതിലൊന്നും ഇവിടെ മാറ്റില്ല, അതേ ആംഗിൾ തന്നെ ഇവിടെ വരും. സോ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഉണ്ടാവുക ഫോക്കസിലായിരിക്കും. സോ ദിസ് ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് അറ്റ് ഫോക്കസ്. സോ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ഇമേജില്ലേ, ഈ ഇമേജ് അടുത്ത ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ ഇത് കറക്റ്റ് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ പോയിൻ്റ് ആണിത്. ഇത് കറക്റ്റ് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ പോയിൻ്റ് ആണ്. പക്ഷെ ഇവിടെ തന്നെ അല്ല ഐ പീസിൻ്റെ ഫോക്കസ് വരിക. ഐ പീസിൻ്റെ ഫോക്കസ് ഇതാ കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലെൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് മാറ്റി ആ രണ്ട് ലെൻസ് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ലേശം ഇപ്പുറത്തേക്ക് മാറും, കുറച്ച് ഇപ്പുറത്തേക്ക് മാറും. അപ്പോൾ നോക്ക്, ഇത് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ആയിട്ട് വരും. നോട്ട് ദിസ്. ഇത് കുറച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ലെൻസിനെ ചെറുതായിട്ട് നീക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഐ പീസ് ലെൻസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ്. അപ്പോൾ ഫോക്കസിൻ്റെ കുറച്ച് മുന്നിലാണ്, ഫോക്കസിൻ്റെയും ഓപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലല്ല ഫോം ചെയ്യുക, ഒരു വെർച്വൽ ഇറക്റ്റ് ഇമേജ് നമുക്ക് കിട്ടും. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഫോക്കസിലൂടെ കടന്നു പോകും. ഓപ്റ്റിക് സെൻറ്ററിലൂടെ പോകുന്ന ലൈറ്റ് റേ വിത്തൗട്ട് എനി ഡീവിയേഷൻ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ഒരു ഒബ്സർവർ ഇവിടുന്ന് നോക്കുമ്പോൾ ഒബ്സർവറിൻ്റെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് റേ പുറകോട്ടേക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ കോമൺ പോയിന്റ്. ഓക്കെ, അത് അയാളുടെ, ആ നോക്കുന്ന ആളുടെ നിയർ പോയിന്റിലാണ് ആ ലൈറ്റ് റേ വരുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടുക. സോ ഹിയർ ഇറ്റ് ഈസ് ദ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് ഡിവിഷൻ. സോ നേരത്തെ അറേഞ്ച്മെൻറ്റിൽ നിന്നും ആ ട്യൂബ് ലെങ്ത് ചെറുതായിട്ട്, ട്യൂബ് ലെങ്ത് അല്ല, രണ്ട് ലെൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ട്യൂബ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തു വേണമെങ്കിൽ പറയാം. ട്യൂബ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലല്ല ഫോം ചെയ്ത്, ലീസ്റ്റ് ഡിസ്റ്റൻസിലാണ് ഫോം ചെയ്ത്. ഓക്കെ, ഇവിടെ ആൽഫ നേരത്തെ ചെയ്ത പോലെ തന്നെ ആൽഫ എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ അകത്ത് നിന്ന് H ഡിവൈഡഡ് ബൈ FO തന്നെയാണ് കിട്ടുക. പക്ഷേ ബീറ്റ അതല്ല കിട്ടുക. ബീറ്റ ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ഇപ്പം എന്തല്ല, ഫോക്കൽ ലെങ്ത് അല്ല. ഫോക്കൽ ലെങ്ത് ഇവിടെ ആണ് വരിക.
കാരണം ഇപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത്തിനേക്കാൾ കുറവായിരിക്കുമല്ലോ. സോ ദിസ് ഇസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ് ലെൻസ്. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എച്ച് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എച്ച് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് വരിക, ഓപ്പോസിറ്റ് എച്ച് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് വരിക യു ഇ. അപ്പോൾ മാഗ്നിഫൈങ് പവർ m is equal to beta divided by alpha, then magnifying power is equal to beta എന്ന് പറഞ്ഞാൽ h by ue divided by h by fo. അപ്പോൾ h ക്യാൻസൽ ആവും. മാഗ്നിഫൈങ് പവർ is equal to fo divided by u. ue ഐ പീസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ് തരും, തന്നിട്ടില്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ആ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും കൂടെ ഞാനൊരു ഇക്വേഷനാക്കി പറയുകയാണെങ്കിൽ ഇവിടെ യു നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ വായിക്കാം. മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു എഫ് ഒ ഇൻറ്റു 1/UE. ആ യുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. 1 focal length of eyepiece. The eyepiece അല്ലേ ഫൈനൽ ഇമേജ് ഉണ്ടാക്കുന്നത്. 1 focal length of eyepiece is equal to 1 ഇമേജ് ഡിസ്റ്റൻസ് എത്ര വരുന്നത്? ഇമേജ് ഡിസ്റ്റൻസ് v minus 1/UE. സോ 1/f ഈസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ് എന്താ വരിക? അതാ ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് d അല്ലേ. മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അത് -d ആണ് വരിക. 1/-d minus 1/UE. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഓൾസോ നെഗറ്റീവ്, അതും മൈനസ് ഇടുക. ഈ ടേം ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പ്ലസ് ആവും. സോ 1/FE പ്ലസ് 1/d ഈസ് ഈക്വൽ ടു 1/UE. അപ്പോൾ 1/UEക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അതെടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മാഗ്നിഫൈങ് പവർ ഇസ് ഈക്വൽ ടു എഫ് ഒ ഇൻറ്റു 1/FE പ്ലസ് 1/d. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എഫ് ഒ ഡിവൈഡഡ് ബൈ FE പ്ലസ് എഫ് ഒ ഡിവൈഡഡ് ബൈ d. അതിൻ്റെ അകത്ത് നമുക്ക് എഫ് ഒ ബൈ എഫിന് ഔട്ട് സൈഡ് എടുക്കാം. ഈ ടേമിന് ഔട്ട് സൈഡ് എടുക്കാം. ഈ ടേമിന് ഔട്ട് സൈഡ് എടുക്കുന്ന സമയത്ത് എഫ് ഒ ഡിവൈഡഡ് ബൈ FE, പിന്നെ ബ്രാക്കറ്റിലൊരു 1 ഉണ്ടാവും. 1 പ്ലസ് ഈ എഫ് ഒ ഔട്ട് സൈഡ് പോയി, പിന്നെ അവിടുന്ന് FE എടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ന്യൂമറേറ്ററിൽ FE ഡിവൈഡഡ് ബൈ d എന്ന് വരും. സോ ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ടെലസ്കോപ്പിൽ ഫൈനൽ ഇമേജ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. പക്ഷേ സാധാരണയായിട്ട് ടെലസ്കോപ്പിൽ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്ന സിറ്റുവേഷൻസേ ചോദിക്കാറുള്ളൂ. ടെലസ്കോപ്പിൽ ഒന്നും പറയാതൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നത്. അതായത് റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്, ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ്. ഫൈനൽ ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസിലാണെങ്കിൽ അത് അവരെടുത്ത് പറയും. ക്ലിയർ ആണോ? ഓക്കെ, നൗ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 2020 ചോദിച്ച ചോദ്യമാണ്. മാഗ്നിഫൈങ് പവർ ഓഫ് എ ടെലസ്കോപ്പ് വിത്ത് ട്യൂബ് ലെങ്ത് 60 ഈസ് 5. സോ മാഗ്നിഫൈങ് പവർ 5, ട്യൂബ് ലെങ്ത് 60. അപ്പോൾ മാഗ്നിഫൈങ് പവർ എന്ന് പറഞ്ഞാൽ എഫ് ഒ ബൈ FE ഈസ് ഈക്വൽ ടു 5. ട്യൂബ് ലെങ്ത് എന്ന് പറയുമ്പോൾ എഫ് ഒ പ്ലസ് FE ഈസ് ഈക്വൽ ടു 60. ഈ ഡാറ്റ തന്നിട്ട് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവും ഐ പീസും എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എളുപ്പമാണ് ചെയ്യുക. കാരണം രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്താൽ 5ഉം ആഡ് ചെയ്താൽ 60യും കിട്ടുന്ന ആൻസർ നോക്കിയാൽ മതി. ഓക്കെ, പക്ഷേ ഇവിടെ ഒന്നേ ചോദിച്ചുള്ളൂ. ഏതാ ചോദിച്ചത്? വാട്ട് ഇസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ്? ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ആണ് ചോദിച്ചത്. അപ്പോൾ എഫ് ഒ ഐ പീസിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ എഫ് ഒ ഇസ് ഈക്വൽ ടു 5FE എന്ന് കിട്ടും. എഫ് ഒ ഇസ് ഈക്വൽ ടു 5FE. അത് നേരെ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഒക്ക് പകരം 5FE പ്ലസ് FE ഇസ് ഈക്വൽ ടു 60. അപ്പോൾ 6FE ഈസ് ഈക്വൽ ടു 60. 6ഉം കട്ട് ചെയ്താൽ FE ഈസ് ഈക്വൽ ടു 10 കിട്ടും. ശരിയല്ലേ? FE 10 ആണെങ്കിൽ FO എത്ര ആയിരിക്കും? 50 ആയിരിക്കും. റെഡി? അപ്പോൾ ആൻസർ ഇസ് 60. സോറി, ആൻസർ ഇസ് 10. ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ FO ബൈ FE. അപ്പോൾ FO അവിടെ എത്ര ആയിരിക്കും എന്നടാ? 5 കിട്ടണമെങ്കിൽ FO 50 ആയിരിക്കും. FE എത്ര? 10. അപ്പോൾ മാഗ്നിഫൈങ് പവർ 5 കിട്ടും. ഇനി FO പ്ലസ് FE ആഡ് ചെയ്താൽ നമുക്ക് 16 കിട്ടും. കറക്റ്റാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. എൻ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 60 ആൻഡ് ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത് 5. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മാഗ്നിഫൈങ് പവർ കിട്ടും. മാഗ്നിഫൈങ് പവർ ഇസ് ഈക്വൽ ടു FO ബൈ FE. ഒബ്ജക്റ്റീവ് കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 60, ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത് 5. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ നമുക്ക് 12 കിട്ടും. ശരിയല്ലേ? സോ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഇസ് 12. ഓക്കെ, ആംഗുലാർ മാഗ്നിഫിക്കേഷൻ അല്ല ചോദിച്ചത്. പിന്നെന്താ ചോദിച്ചത്? ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ എ ഡിസ്റ്റൻസ് ഒബ്ജക്ട് സച്ച് ദാറ്റ് ദ റേജ് എമർജിങ് ഫ്രം ദ ഐ ലെൻസ് ആർ പാരലൽ. ദ ഒബ്ജക്ട് സബ്ടെൻഡ് ആൻ ആംഗിൾ 2 ഡിഗ്രി. ഒബ്ജക്ട് സബ്ടെൻഡ് ആൻ ആംഗിൾ 2 ഡിഗ്രി അറ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. ആൽഫ
2 ഡിഗ്രി ആണ്. ദ ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദ ഇമേജ്. ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജ് ഉണ്ടാക്കുന്ന ആംഗിൾ ദാറ്റ് ഇസ് ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മാഗ്നിഫൈങ് പവർ തന്നിട്ട് ഇമേജ് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മാഗ്നിഫൈങ് പവർ ഇസ് 12, ദാറ്റ് ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ. സോ 12 is equal to beta divided by alpha is 2. So 12 into 2 is equal to angular width of image, that is 24 is equal to beta. So answer is option B. B is the right answer, 24. Clear alle? Yes, that is the concept of ടെലസ്കോപ്പ്. അപ്പോൾ ടെലസ്കോപ്പിൻ്റെ കോൺസെപ്റ്റിൽ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഇസ് JB ഫ്രം സൈലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.